ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്, ഗുഡ് ടു സി അഗൈൻ. സോ ഇന്ന് എനിക്ക് ഈ ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഈസ് കമ്മിങ്. മിക്കവാറും ഈ ഖത്തർ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. എഡ്നോക്ക് ഓൾറെഡി അനൗൺസ് ഓൾസോ ക്ലോസ്ഡ് റിഫൈനറി, വോയിസിൽ റിഫൈനറി ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് മാത്രം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട്, പക്ഷേ വി എക്സ്പോർട്ട് ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ഇന്ത്യ ലൈക്ക് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ഏകദേശം 40 to 50 ബില്യൺ വർത്ത് ഓഫ് എക്സ്പോർട്ട് GCC കൺട്രിയിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഈ ഈ കോസ്റ്റൊക്കെ ഇനി എസ്കലേറ്റ് ചെയ്യാൻ സാധ്യത. ഷിപ്പിംഗ് കോസ്റ്റ് വളരെ കൂടിയുണ്ട്. ഈ ഗൾഫ് മേഖലയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ചെയ്യുന്ന വെജിറ്റബിൾസ് ആയാലും ശരി, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കുന്ന പല ഇന്ത്യൻ വെജിറ്റബിൾസും ഇതൊക്കെ ഇനി എക്സ്പെൻസീവ് ആവും ഗൾഫിൽ താമസിക്കുന്ന കൂട്ടർക്ക്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ആസ് പെർ ദി സെൻട്രൽ ബാങ്കിൻ്റെ കണക്ക് പ്രകാരം UAE ഓട്ടോ ഫൈനാൻസ് മാർക്കറ്റ് ഇറ്റ് ഈസ് സംവെയർ അറൗണ്ട് 45 ബില്യൻ്റെ അടുത്ത് ഓട്ടോ ഫൈനാൻസ് ചെയ്യുന്നുണ്ട് അവർ. സോ നമ്മൾക്ക് ആ UAE കാർ ലോൺ എന്ന് വെച്ചാൽ നിങ്ങളൊരു വെഹിക്കിൾ വാങ്ങുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 80% ഓഫ് ദ വെഹിക്കിൾ വാല്യൂ ആൻഡ് യു മസ്റ്റ് ഹാവ് ടു പ്രൊവൈഡ് 20% ഡൗൺ പേയ്മെൻറ്റ്. സോ മാക്സിമം ടെനൂർ അവർ തരുന്നത് 5 കൊല്ലത്തെയാണ്. ദാറ്റ് ഇറ്റ് 60 months. ഡെപ്റ്റ് ടു ബർഡൻ റേഷ്യോ തരുന്നത് നിങ്ങളെ ടോട്ടൽ മന്ത്ലി റിപ്പേയ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് ദ കാർ ലോൺ കനോട്ട് എക്സീഡ് 50% ഓഫ് യുവർ ഗ്രോസ് മന്ത്ലി സാലറിയാണ്. സോ ഓട്ടോ ലോൺസിൻ്റെ വലിയൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വാറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർക്ക് ജോബ് അൺസർട്ടനിറ്റി, ഒരു 5,000 അല്ലെങ്കിൽ 10,000 ദിർഹംസ് ശമ്പളം കിട്ടുന്ന ആൾ 50% കാർ ലോൺ കൊടുക്കുക, അതിലുള്ള റിമൈനിങ് 50% ഹൗസ് റെൻറ്റ് പേ ചെയ്യുക. ഇതൊക്കെ വലിയൊരു ബേർഡൻ ആയിരിക്കും ഇനി വരാൻ പോകുന്ന. ഈ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നത്. പിന്നെ ഇവർ കൊടുക്കുന്ന പേഴ്സണൽ ലോൺ തന്നെ ഏകദേശം 540 ബില്യൻ്റെ പേഴ്സണൽ ലോൺ UAE കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആനുവൽ ഗ്രോത്ത് കാണുന്ന ഏകദേശം 18% ആണ്. സോ ഇതൊരു ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഏകദേശം ഒരു 86 ബില്യൺ അവർ പർപ്പസ് അതിൻ്റെ നോക്കുകയെന്ന് വെച്ചാൽ അത് ബിസിനസ് ലോണും മറ്റുള്ളത് പേഴ്സണൽ ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ 2024-2025 കണക്കെടുക്കുക വെച്ചാൽ ഗ്രോസ് ബാങ്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള 2024 2181 ബില്യണാണ്. സോ എൻഡ് ഓഫ് 2025 അത് 2570 ബില്യൺ, ഏകദേശം 17.9% ഗ്രോത്താണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ പേഴ്സണൽ ലോൺസിലും നോക്കുകയെന്ന് വെച്ചാൽ 458.7 ബില്യൺ ആൻഡ് 2025 കൊടുത്തുള്ള 540 ബില്യൺ, ഏകദേശം 17.5% ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ആസ് ഫാർ ആസ് ബാങ്ക് ഈസ് കൺസേൺ ഗുഡ് ബിക്കോസ് ദേ ഗെറ്റ് ദ ഇൻട്രസ്റ്റ്. ബട്ട് ഇങ്ങനെയുള്ളൊരു വാർ സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് റിയലി അൺസർട്ടൺ. എക്സ്പാട്രിയറ്റ്സ് ഇത്ര ലോൺ എടുത്തിട്ട് ഹൗ ദേ ക്യാൻ റീപേ, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അത്രേ എനിക്ക്